അല്പസമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകപ്പെട്ട ഒരു വചനഭാഗം നമുക്ക് വായിച്ച് കേൾപ്പിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാളിന് മൈക്കിൾ കൂടി വായിച്ച് കേൾപ്പിക്കാമല്ലോ. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദുഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മതി. നല്ല വചനത്തിനായി കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദ പുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഒരു കത്താണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പൗലോസ് അങ്ങനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു കത്ത് എഴുതുന്നത് പോലെയാണ് ഈ ലേഖനം പൗലോസ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വിശ്വാസത്താലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്താലാണ് പൗലോസ് ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ മേൽ സ്തോത്ര ഹല്ലേലൂയ അഭിഷേകം വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൻ്റെ മേൽ അഭിഷേകം വ്യാപരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില ഉപവാസ പ്രാർത്ഥനകളിൽ ചിലർ അഭിഷേകത്തിന് ഹല്ലേലൂയ കൊതിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുമുണ്ട്. അഭിഷേകം നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. ആമേൻ. രണ്ടും രണ്ടാണ്. അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അഭിഷേകം നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒരാണ്ട് വേഗത്തിലൊന്ന് വായിക്കാം. സങ്കീർത്തനം 89-ന്റെ 20-ാമത്തെ വാക്യം. യെസ്. ഞാൻ നിന്റെ ദാസനായ ദാവീദിനെ കണ്ടു. എന്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ദൈവം ചിലരെ തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി നോക്കിയല്ല, പക്ഷേ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് ക്വാളിറ്റി നോക്കിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ക്വാളിറ്റി നോക്കത്തില്ല. കാരണം പ്രാർത്ഥിക്കുന്നവൻ എവിടെ ഉണ്ടെങ്കിലും അവനെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഒരുപക്ഷേ നിനക്ക് കരയേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ ഒരിക്കലും ഭയപ്പെട്ട് മാറി നിൽക്കരുത്. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, കടലിൽ കിടന്നൊരു മുക്കുവനെ വിളിച്ച് ദൈവം അഭിഷേകത്തോടെ നിർത്തിയെങ്കിൽ ഭൂമിയിൽ ചിലതിനെ കെട്ടുവാനും ഭൂമിയിൽ ചിലതിനെ അഴിക്കുവാനും ദൈവം ഒരു കൃപ ഒരു മുക്കുവന് കൈമാറിയെങ്കിൽ ഈ അഭിഷേകത്തിന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ ഈ ദൂത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം നിന്റെ ഭവനത്തിൽ ചലിക്കാൻ പോകുകയാണ്. നാളിതുവരെ നിന്റെ ജീവിതത്തിൽ നീ കൊതിച്ചത്, ഹല്ലേലൂയ, നീ ആഗ്രഹിച്ചത് നിന്റെ ജീവിതത്തിൽ തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏലോം താഴ്വരയിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഗോലിയാത്തും ശൗലും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യിശായി എന്ന അപ്പൻ ദാവീദിന്റെ കയ്യിൽ കുപ്പുസും പാലടയും
ആമേ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ മധുര പലഹാരങ്ങളും ഉണ്ടാക്കി തലച്ചുവടുമായി അച്ചാച്ചന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് ആമേ വരുവാനായിട്ട് ദാവീദിനെ പറഞ്ഞയക്കുമ്പോൾ ദാവീദിന്റെ ചെവിയിലേക്ക് ആമേ വന്നു വീഴുന്നൊരു ശബ്ദമുണ്ട്. ആമേ ഇസ്രായേലിലെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ഒരു ഗദ്യനായ ഗോലിയാത്ത് ഏലോൻ താഴ്വരയിൽ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേ ദൈവത്തിനെതിരെ, ദൈവദാസന്മാർക്കെതിരെ, ശൗലിനെതിരെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആമേ ഗോലിയാത്തിന്റെ വാക്കുകളെ കേട്ടുകൊണ്ട് തലച്ചുവടുമായി അച്ചാച്ചന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോകുമ്പോൾ ദാവീദ് അത് കേൾക്കുവാനിടയായി. ആമേ കുട്ടയിൽ കൊണ്ടുപോയ മധുര പലഹാരങ്ങൾ അച്ചാച്ചന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് ദാവീദ് ഇങ്ങനെ ചോദിച്ചു, ഗോലിയാത്ത് എന്താ വിളിച്ചു പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേ ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന പടജനങ്ങളെല്ലാം, അവിടെ കൂടിയിരുന്ന പട്ടാളക്കാര് ശൗലുമെല്ലാം ആമേ ഹാലേലൂയ ചോദിക്കുകയാ, ഇവൻ ആര്? ഇവൻ ആരുടെ മകനാണ്? അവിടെ നിന്നവരിൽ പറഞ്ഞു, നിന്റെ ദാസനായ ആമേ യിശായിയുടെ ആമേ ഹാലേലൂയ ഇളയ മകനാണ് ദാവീദ്. നോക്കണമേ, പലരും തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോൾ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആമേ പിന്മാറി പോകുന്നവനായിട്ടല്ല, പകരം അവനെ പടക്കളത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ഒരു മന്ത്രവാദിക്കും നിന്നെ പൂട്ടാൻ കഴിയത്തില്ല. നിന്റെ വാഗ്ദത്തത്തെ, നിന്റെ വാഗ്ദത്തമായ തലമുറയെ പിശാചിന് അടച്ചു വെക്കാൻ കഴിയത്തില്ല. വിളിയുള്ളവൻ എവിടെ നിന്നാലും അവന്റെ മേൽ അഭിഷേകം ചലിക്കും. വിശ്വാസമുള്ളവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണമേ, ആമേ സ്തോത്രം. BTH എടുത്തത് കൊണ്ടോ ബൈബിൾ കോളേജ് സെമിനാരിയിൽ പഠിക്കുന്നത് നല്ലതാണ്, പഠിച്ചത് കൊണ്ടോ അഭിഷേകം ചലിക്കത്തില്ല. അഭിഷേകം ചലിക്കണമെങ്കിൽ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒത്തിരി പേർ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് വർഷങ്ങളായി അഭിഷേകത്തിന് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട്, അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ മേൽ ചില വാഗ്ദത്തങ്ങൾ ദൈവം അവൻ്റെ മേൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരെ കൊണ്ടും ദൈവം എല്ലാം ചെയ്യത്തില്ല. നോക്കണമേ, നാറ്റം വെച്ച് കിടന്ന കടലിനകത്ത് കിടന്നൊരു മുക്കുവനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ഭൂമിയിൽ ചിലതിനെ പിടിച്ചു കെട്ടുവാനും എന്നാൽ മന്ത്രവാദി കെട്ടിവെച്ച ബന്ധനത്തെ അടിച്ചു വിടുവാനും ദൈവം നിയോഗം കൊടുത്തത് ആമേ പത്രോസിനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം പത്രോസിന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആമേൻ. കാരണം ദൈവം അവനെ തെരഞ്ഞെടുത്ത നാൾ മുതൽ ആമേ അവൻ ദൈവശബ്ദം കേട്ടു. എന്താണ് ദൈവശബ്ദം? പത്രോസേ, ഇനി നീ മീൻ പിടിക്കുന്ന മുക്കുവനല്ല, നിന്നെ കൊണ്ട് ഞാൻ മനുഷ്യനെ പിടിപ്പിക്കും. സ്തോത്രം. ചുമ്മാ ഒരു മനുഷ്യനെ പിടിക്കാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ മേൽ അഭിഷേകം ഉണ്ടാകണം. ആമേ, വെറുതെ ഒരു ദൈവദാസനെ, ഒരു ഭൂതത്തെ പുറത്താക്കാൻ കഴിയത്തില്ല, കാരണം അവൻ്റെ മേൽ കൃപാവരങ്ങൾ ജ്വലിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യേണ്ടതല്ല ഈ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. എത്ര കാലപ്പഴക്കമുള്ള വിഷയമായിക്കോട്ടെ, അവ ഏത് വെല്ലുവിളിയാകട്ടെ, പക്ഷെ കൃപ അകത്തുള്ളവൻ പറയോ, അഭിഷേകം പ്രാപിച്ചവൻ പറയോ, കാരണം ദൈവം എന്നെ കൊണ്ട് ഈ ശത്രുവിനെ ഇന്ന് പുറത്താക്കും. ആമേൻ. നീ വർഷങ്ങൾ കൊണ്ട്, നാളുകൾ കൊണ്ട് കരയുന്ന ചില വിഷയത്തിനകത്ത് ഇന്നൊരു മറുപടി വെളിപ്പെടാൻ പോകുകയോ. ഇശായി എന്ന അപ്പന്റെ വീട്ടിൽ ഒരാരാധന വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവിനെ തെരഞ്ഞെടുക്കുവാൻ ശമൂവേലിനോട് ദൈവം പറഞ്ഞു, ശമൂവേലെ തൈലക്കൊമ്പെടുത്ത് തൈലം നിറച്ച് ബെഥോഫായിൽ ഇശായിയുടെ വീട്ടിലേക്ക് പുറപ്പെടുക. പോകുന്ന വഴിയിൽ ചില മൂപ്പന്മാരെ കൂടി ആമെ ശുശ്രൂഷയ്ക്കായി ആമെ കൂടെ വിളിക്കുക. ആമെ വിഷയം ദൂത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ അറിയിക്കാം. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. പഠിച്ചുകൊണ്ട് BTH എടുത്തത് കൊണ്ടോ ആമെ ബുദ്ധി കൊണ്ടോ ഒന്നും
ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നിയോഗത്താൽ എന്തെങ്കിലും തരുകയാണെങ്കിൽ അത് വിശ്വാസത്തോടെ പറ. ഇന്ന് പകല് ദൈവം തരാത്തത് നീ ചെയ്യരുത്, ദൈവം പറയാത്തത് നീ ചെയ്യരുത്. ഇന്ന് പകലിൽ അഭിഷേകത്തിൽ നിൽക്കുന്ന ദൈവ പൈതലെ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിനെതിരെ ഗോലിയാത്ത് ഉയർന്നു നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഗോലിയാത്ത് ദാവീദിനെ നോക്കി പറയുകയാണ്, എന്റെ മുമ്പിൽ നീ ഒരു നായയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏലോൻ താഴ്വരയിൽ അച്ചാച്ചന്മാരോട് ദാവീദ് ചോദിച്ചു, ഈ ഗദ്യനായ ഗോലിയാത്ത് എന്താ വിളിച്ചു പറയുന്നത്? ആമെ ജനത്തിന്റെ ഇടയിൽ ഒരുത്തം പോലും ഉയർത്തിപ്പിടിക്കാത്തൊരു ശബ്ദം ദാവീദിന്റെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, ആ പടജനം മൊത്തം ഇളകാൻ തുടങ്ങി. ഞാൻ പറയാം, അഭിഷേകമുള്ളവൻ അടങ്ങിയിരിക്കത്തില്ല. ദൈവം ചിലയിടത്ത് ചിലരെ വിടുവിക്കുവാൻ, ചിലതിന്റെ കെട്ടിനെ അഴിക്കുവാൻ ചിലരെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അതിനെതിരെ അസൂയ പിടിക്കുന്ന പലരുമുണ്ട്. പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന പെന്തക്കോസ് അനുഭവത്തിൽ നിൽക്കുന്ന ചിലരുണ്ട്. അവരങ്ങനെ പറയട്ടെ. പക്ഷേ നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പെയാകാം. പക്ഷെ 35 വർഷം പഴക്കമുള്ളവൻ നിൽക്കുമ്പോൾ അവന്റെ നടുവിൽ 2 വർഷം പഴക്കമുള്ള നിന്നെ ദൈവം ഫ്രണ്ടിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. കാരണം ഇത് കുഞ്ഞുകളിയല്ല, ഇത് അഭിനയമല്ല, ഇത് കെട്ടുകഥയല്ല. കാരണം ബന്ധനത്തെ അഴിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഉദ്ദേശിച്ചവരെ യോഗത്തിനകത്ത് കൊണ്ടുവരും. അവന്റെ മേൽ ഹല്ലേലൂയ ദൈവ തൈലക്കൊമ്പ് ചലിപ്പിക്കുക. കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ഇന്ന് പകല് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസ ഉറപ്പുമുള്ള ദൈവ പൈതലെ, കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. രാജാവ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറെ ദിവസമായി യുദ്ധം ജയിച്ചു വരാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും ഗോലിയാത്ത് മുന്നിട്ട് കയറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഈ പടക്കൂട്ടത്തിന്റെ നടുവിൽ ക്ഷേമം അന്വേഷിച്ചു പാലടയും കുപ്പൂസുമായി പോയ ദാവീദ് അച്ചച്ചന്മാരോട് ചോദിക്കുകയാ, ഇവൻ എന്താ വിളിച്ചു പറയുന്നേ? സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ശൗലിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ജനമാ, ദൈവത്തിന്റെ മക്കളാ. അവർക്കാർക്കുമില്ലാത്തൊരു വെളിപ്പാട് സ്തോത്രം ദാവീദിന്റെ അകത്ത് വന്നെങ്കിൽ അവന്റെ മേൽ ദൈവം കൊടുത്ത അഭിഷേകമുള്ളവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാരണം നിനക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ മാറി നിൽക്കുന്നവനല്ല എന്റെ ദൈവം. നിന്റെ കെട്ടുകളെ അഴിപ്പാൻ ദൈവം ഉദ്ദേശിച്ചവരെ ദൈവം പടക്കളത്തിലേക്ക് എത്തിക്കും. ഇവിടെ ഗോലിയാത്തിന്റെ മുമ്പിൽ ദൈവം ദാവീദിനെ എത്തിച്ചത് കുപ്പൂസും പാലടയുമായിട്ട് അച്ചാച്ചന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് വരാൻ അപ്പനിൽ കൂടിയ ഇവനെ പടക്കളത്തിൽ കൊണ്ടുവന്നത്. സ്തോത്രം. എന്നാൽ ചില ആഴ്ചകൾക്ക് മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ് ഇശായിയുടെ വീട്ടിൽ ഒരാരാധന വെളിപ്പെട്ടു. അവിടെ വെച്ച് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കാരണം അഭിഷേകമുള്ളവനെ പൂട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നോക്ക് സ്തോത്രം. ഈ ശബ്ദം കേട്ടിട്ട് ഗോലിയാത്തിനെ ദാവീദ് തലപൊക്കി നോക്കുമ്പോൾ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ഒരു ഗദ്യനായ ഗോലിയാത്ത് നിൽക്കുകയാ. ആരെയും വിഴുങ്ങുവാൻ ഭാവത്തിൽ, എല്ലാവരെയും തകർത്തുടച്ചു കളയുന്ന ഭാവത്തിൽ അവൻ വീരവാദം മുഴക്കിക്കൊണ്ട് ഉയർന്നു നിൽക്കുമ്പോൾ ദാവീദ് വിളിച്ചു ചോദിക്കുക, ഇവൻ ആരാ? പക്ഷെ ഗോലിയാത്തിനത് പിടിച്ചില്ല. ഗോലിയാത്ത് പറയുകയാ, ഇവനൊരു നായയാ, ഇവനൊരു നായയാ. സ്തോത്രം. എന്നാൽ ഗോലിയാത്തിനെ തകർക്കുവാൻ
ദൈവം ഗോലിയാത്തിന്റെ ശരീരത്തിൽ ഒരു സ്ഥലം മാത്രം പപ്പടത്തിന്റെ വട്ടത്തിൽ തുറന്നിട്ടിരുന്നു. ബാക്കിയെല്ലാം ഗോലിയാത്ത് പടച്ചട്ടയിട്ട് മറച്ച് അവന്റെ ശരീരത്തെ മറച്ചിട്ടു. പക്ഷേ ദാവീദിന്റെ കമണയിലിരിക്കുന്ന കല്ല് ഗോലിയാത്തിന്റെ നെറ്റിക്ക് പായുവാൻ ആ പപ്പടത്തിലുന്റെ വലിപ്പത്തിൽ ആ സ്ഥലം ദൈവം തുറന്നിട്ടു. ഹലോ, നിനക്ക് കയറി ഹല്ലേലൂയ ചിലതിന് വെട്ടുവാൻ ദൈവം ചിലയിടം തുറന്നിടും. അവൻ അഭിഷേകമുള്ളവൻ പുറകോട്ടല്ല, അവൻ ഓരോ സ്റ്റെപ്പ് മുമ്പിലോട്ടാ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഏതൊക്കെ ഭാരങ്ങളും ഏതൊക്കെ വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ കൃപയുള്ളവൻ മാറി നിൽക്കത്തില്ല. ആമേ. രാജാവ് ചോദിച്ചു, ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ഇവൻ ആര്? ആമേ ഹല്ലേലൂയ. ആമേ. അവിടെ നിന്നവർ പറയുകയാ, നിന്റെ ദാസന്റെ മകനാണ് ദാവീദ്. ഓഹോ, കുടുംബക്കാരും ബന്ധുക്കളും ഒതുക്കി കാട്ടിനകത്ത് കിടന്നൊരു ചെറുക്കനെ ദൈവം ഏലോൻ താഴ്വരയിൽ കൊണ്ടുവന്ന് ദൈവം അവനെ ഹല്ലേലൂയ മാനിച്ചെങ്കിൽ ദാവീദിന്റെ കഴിവ് മിടുക്കുമല്ല, ദൈവം പകർന്നൊരു അഭിഷേകമാണ്. ഹല്ലേലൂയ. ഞാൻ പറയാ, ദൈവം ഒരുവനെ അഭിഷേകത്തോടെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അടങ്ങിയിരിക്കത്തില്ല. നമുക്കറിയാം, ശഫാത്തിന്റെ മകനായ എലീശ വയലിൽ 12ാമത്തെ കാളയായി ഉഴവ് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ശഫാത്തിന്റെ മകൻ എലീശായെ എനിക്ക് ആവശ്യമാണ്. ശബത്ത് എന്ന വാക്കിനർത്ഥം നല്ലവനെന്നാണ്. ശബത്തിന് ഒത്തിരി കൃഷിയിടങ്ങളുണ്ട്. അപ്പന്റെ കൂടെ വയലിലാണ് മകന് ജോലി, എലീശയ്ക്ക് ജോലി. എന്നാൽ വയലിൽ കാളകളോട് കൂടെ വയലിൽ ഉഴവ് വേല ചെയ്തുകൊണ്ടിരിക്കുന്ന എലീശായുടെ അരികിൽ ദാവീദ് ചെളിയും ചവിട്ടി ഇറങ്ങി ചെല്ലുമ്പോൾ എലീശ ഞെട്ടിയില്ല. എലീശയ്ക്ക് മറ്റൊന്നും അറിയത്തില്ല, കാളയെ നന്നായിട്ട് പൂട്ടുവാൻ കഴിയും. ഹല്ലേലൂയ. നോക്കണമേ, വയലിൽ ഉഴവ് വേല ചെയ്തുകൊണ്ടിരിക്കുന്ന എലീശായുടെ മേൽ വയലിനകത്തിറങ്ങി ഏലിയാവ് ചെളി ചവിട്ടി തന്റെ മേൽ കിടക്കുന്ന പൊതുപ്പ് എലീശായുടെ മേൽ ഇടുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങി. പൊതപ്പ് വീഴുമ്പോൾ കയ്യിൽ പിടിച്ചിരുന്ന ആ ചരട് വിട്ടുമാറി മുഖം അവന്റെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇന്ന് പകലിൽ ചിലരുടെ മേൽ ആ മഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകമുള്ളവൻ നിന്റെ തലയിൽ കൈവച്ചാൽ ഏത് മറയപ്പെട്ട ഏത് പഴയ രോഗമായാലോ ഇന്ന് പകൽക്കാലം അത് അഴിഞ്ഞ് പുറത്തു വരാൻ പോകുകയാ. വിശ്വാസമുള്ള ദൈവമക്കൾ കരമടിച്ച് ഹല്ലേലൂയ ഇന്ന് പകൽക്കാല ദൂത് സ്വീകരിക്കേ. നിന്റെ തലയറുത്ത് കൊല്ലുമെന്ന് പറഞ്ഞ് ഇസബേൽ വെല്ലുവിളിച്ച് വീരവാദം മുഴക്കുമ്പോൾ ചൂരച്ചെടിയുടെ തണലിൽ വന്ന് ആ വാക്കിന്റെ മുമ്പിൽ ഭയപ്പെട്ട് കിടന്ന ഏലിയാവിന്റെ മേൽ ദൈവം പകർന്നു കൊടുത്തൊരു അഭിഷേകം. കനലിൽ പൊള്ളിച്ചാട തുരുത്തി വെള്ളവും കഴിച്ച് ഭക്ഷിച്ച് ഹല്ലേലൂയ അസ്തമിച്ച് വയ്യ എന്ന് പറഞ്ഞ് കിടന്നവരെ ദൈവം മഹത്വത്താൽ മറ്റൊരുവനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, സുവിശേഷ വേല ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പലരും പുറകോട്ട് മാറി നിൽക്കുമ്പോൾ സ്തോത്രം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ആശങ്കപ്പെടരുത്. നിന്നെ കണ്ടൊരു ദൈവമുണ്ട്, നിന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, ഈ വേലയ്ക്ക് വയലിൽ ഇറക്കി വിട്ടൊരു ദൈവമുണ്ട്. ഒരിക്കലും നീ നിരാശപ്പെട്ടു പോകത്തില്ല, ഒരിക്കലും നീ തോറ്റുപോകത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് തന്ന ദൂത് ഇങ്ങനെയാണ്: നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദുഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ നിന്നെ തൊടാൻ ആർക്കും കഴിയത്തില്ല, നിന്റെ ഭാവിയെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. ഡൈവേഴ്സുമായി നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒത്തിരി കണ്ണുകൾ നീരുകളാണ് കഴിഞ്ഞ നാളുകളിൽ നീ കുടിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയോ? ചിലരെ ചതിയിൽപ്പെടുത്തി
ഉയർത്തി. കുടുംബജീവിതത്തെ ഹല്ലേലൂയ അടച്ചു മറച്ചു വെച്ചിരിക്കുന്ന ചില പ്രതിസന്ധികള് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ന്യായപാലകന്മാരിൽ കൂടി ദൈവം ഇടപെടാൻ പോകും. അഭിഷേകമുള്ളവൻ അവയെ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. ഒരു ദൈവത്തിന്റെ വിടുതൽ നീ ഇരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്കകത്താ. ഹല്ലേലൂയ. വെല്ലുവിളിയുടെ മുമ്പിൽ ആമേ ഹല്ലേലൂയ തല കുനിച്ചവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമേ തന്റെ ഇടത്തോടെ യേശു ഹല്ലേലൂയ എന്നെ വിടുവിച്ച ദൈവമാണെന്ന് തന്റെ ഇടത്ത് പറയുവാൻ ഉറപ്പുള്ളവർ പ്രാഗൽഭ്യമുള്ളവർ ഈ യോഗത്തിന് അകത്തിരിപ്പുണ്ടെങ്കിൽ അവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് നിന്റെ മേലൊരു അഭിഷേകം ചലിക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേ ഹല്ലേലൂയ. നോക്കണമേ, അഭിഷേകത്തിന്റെ പുതപ്പ് എലീശായുടെ മേൽ വീണപ്പോൾ ഹല്ലേലൂയ ആമേ ഹാളയുടെ കയറ് കയ്യിൽ നിന്ന് വിട്ടുമാറി. ആമേ ഹല്ലേലൂയ മുഖം കഴുത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവൻ ഏലിയാവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുവാനിടയായി. ആമേ 11 കാളകളെയും അറുത്ത് ആ ഹല്ലേലൂയ കലപ്പയെല്ലാം അടിച്ചു പൊട്ടിച്ച് അത് വിറകാക്കി കത്തിച്ച് യാഗം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏലിയാവിന്റെ പുറകെ എലീശ കൂടി. ഏലിയാവിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് എലീശ ഹല്ലേലൂയ ഏലിയാവിന്റെ കൂടെ കയറുമ്പോൾ ആമൻ ദൈവത്തിന്റെ വാഗ്ദത്തം ഇങ്ങനെയാണ്. ആമേ എലീശായെ ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി ഞാൻ നിന്റെ മേൽ തരുവാൻ പോകുകയാ. അവസാന ഏലിയാവ് ചോദിക്കുമ്പോൾ പറഞ്ഞതും അങ്ങനെയായിരുന്നു. നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക്. എത്ര പേർ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ ശുശ്രൂഷകൾ ആമേ അവസാനിപ്പിച്ച് ആമേ ഹല്ലേലൂയ മങ്ങിപ്പോയവർ, കൃപയിൽ നിന്ന് പുറകോട്ട് പോയവർ ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറി മുഴങ്കാലം അടക്കി ദൈവത്തോട് പറ, ആ ശിരസിൽ കൈവച്ചിട്ട് പറ, കർത്താവേ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ. 2025 ഈ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് കർത്താവേ നിന്റെ വേലയ്ക്ക് വേണ്ടി വയലിൽ ഇറങ്ങുവാൻ ഞാൻ റെഡിയാതെയോമേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം വിട്ടുകൊടുത്ത് ആരാധിച്ചോ. ഹല്ലേലൂയ. ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിലും അവകാശമാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയെയും തത്വത്തിന്റെ മുദ്രയെയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനോ ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയോടെ വലതുഭാഗത്ത് ഇരിക്കുകയോ അവൻ ദൈവദൂതന്മാരെക്കാൾ അവൻ വിശിഷ്ടയായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണ അവരെക്കാൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ഈ അഭിഷേകം നിന്റെ മേൽ ചലിക്കാൻ പോകുകയാ. ഈ അഭിഷേകം നിന്റെ മേൽ ചലിക്കാൻ പോകുകയാ. ദൈവത്തിന്റെ പുത്രനായി ആമേ ദൈവം നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. അപ്പനും മക്കളുമായ ഒരു ബന്ധത്തിൽ വാ. നിന്നെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. നിന്നെ ഒതുക്കുവാൻ ഒരു മന്ത്രവാദത്തിനും കഴിയുകയില്ല. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനത്തെ മറച്ചിടുന്ന ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അഴിയട്ടെ. ഓ റബ ശഗലബ റബ ചുഡാമാന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ സ്റ്റേജിൽ കയറിയാൽ അവിടുത്തെ അന്തരീക്ഷം മാറും. അഭിഷേകമുള്ളവർ നിന്റെ തലയിൽ കൈവച്ചാൽ അവൻ രോഗി സൗഖ്യമാകും, ഭൂതം വിട്ടിറങ്ങും. ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേലൊരു അഭിഷേകം ചലിക്കാൻ പോകുകയാണ്. ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ചില വിടുതലുകൾ നടക്കാൻ പോകുകയാ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ ഈ അഭിഷേകം എനിക്ക് വേണം, ഈ അഭിഷേകം എനിക്ക് വേണം. മുത്തോളമല്ല ആരയോളം പോരാ വലിയൊരു മുത്തോളമല്ല ആരയോളം പോരാ വലിയൊരു ജീവാൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ
കടപ്പറയാത്ത നീരുറവയെന്ന് തുറക്കുന്നതാ. പെയ്യത്തൊന്നു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലുണ്ടായേക്കാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലുണ്ടായേക്കാം ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യങ്ങൾ വേണം, നവജീവൻ വേണം, നിത്യതയിലേക്ക് ആശ്വസിച്ചിടാൻ. ചൈതന്യങ്ങൾ വേണം, നവജീവൻ വേണം, നിത്യതയിലേക്ക്. പെന്തക്കോസ്തുനാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. എല്ലാ തലകളെയും മടക്കി ഇന്ന് പകലിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നതിനായി ദൈവമേ, ഒത്തിരി നിന്ദിച്ചവരുടെ നടുവിൽ, ഒത്തിരി പരിഹസിച്ചവരുടെ മുമ്പിൽ, ഒത്തിരി വേദന അനുഭവിച്ചവരുടെ നടുവിൽ ഈ പകലിൽ തൻ്റെ മക്കളെ ദൈവം ശക്തീകരിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ശ്രേഷ്ഠവുമായിരിക്കുന്ന നല്ല നിമിഷത്തിനായി, നല്ല കൃപയ്ക്കായി നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. നല്ലൊരു ശുശ്രൂഷ ഇന്ന് പകലെ ദൈവം ഞങ്ങൾക്ക് ദാനം ചെയ്തല്ലോ. കടന്നു വരാൻ കഴിയാത്ത എത്രയോ ദൈവമക്കൾ അവിടെ വിടുതലും ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അത്ഭുതകരമായ രോഗസൗഖ്യം ദൈവം കൊടുത്ത് മാനിക്കട്ടെ. തക്ക സമയത്ത് വാഹനങ്ങൾ ദൈവം ഒരുക്കണമേ. ടൂ വീലറുകളിലോ യാത്ര ചെയ്തു വന്നവരുണ്ട്, ഭവനത്തിൽ ചെന്നെത്തുന്നവരെയും കുരിശിൻ്റെ മറവിൽ വഹിച്ചുകൊള്ളും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.